ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരത്തിൻ്റെ സ്വഭാവം മാറിയതിൽ രേവതിയും അമ്മയും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുക. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് പൈസയൊക്കെ രേവതി കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അമ്മയാണെങ്കിൽ പൈസയൊന്നും വേണ്ട, നീ ഒന്ന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളപ്പോഴല്ലേ അമ്മയ്ക്ക് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതി അമ്മയും സമാധാനിപ്പിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇതേ സമയത്ത് പിന്നെ വർഷയെ കാണാനായിട്ട് നമ്മുടെ മഹിമ ചെന്നു. ശ്രീകാന്തിൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ട കാര്യം പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ വർഷ. അത് ആ പെണ്ണൊരു വശപ്പശകായിട്ട് എനിക്ക് തോന്നുന്നു. ശ്രീകാന്ത് നല്ലവനാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എത്ര നല്ലവനാണെങ്കിലും ചിലരുടെ കൂടെ ചേർന്ന എന്നൊക്കെ മഹിമ. അപ്പോൾ എൻ്റെ പൊന്നെ, മരം ചെരിഞ്ഞു നിന്നാലും കാറ്റ് വെറുതെ വിടില്ലെന്നാണോ പറയാൻ പോകുന്നത് അമ്മ എന്ന നേരം വർഷ ചോദിച്ചു. എൻ്റെ ശ്രീകാന്ത് മല പോലെയാ, അവൻ്റെ മനസ്സ് മാറ്റാനേ ആർക്കും കഴിയില്ല എന്നൊക്കെ മഹിമയോട് മോള് പറഞ്ഞു. എനിക്ക് അവനെ നല്ല വിശ്വാസമാണെന്ന്. മോളെ, അങ്ങനെ ആരെയും അന്ധമായി വിശ്വസിക്കരുതെന്ന് പറയുമ്പം അമ്മ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോവാറില്ലേ, അതിനൊന്നും പ്രശ്നമില്ലല്ലേ, നീ ഇപ്പോൾ ഒറ്റ വീക്ക് വെച്ച് തരും കേട്ടോ. അദ്ദേഹം നമ്മുടെ ഫാമിലി ഫ്രണ്ടാ, ഞങ്ങൾ തമ്മിലുള്ള വയസ്സ് എത്രയാ, അതുപോലെയാണ് അവർ ചെറിയ വയസ്സല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം തെറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഏത് ഏജിലാണെങ്കിലും ചെയ്യാം കേട്ടോ അമ്മേ. വർഷേ, ഇങ്ങനെ അന്ധമായി വിശ്വസിച്ച് പലരും ചതിക്കപ്പെട്ടിട്ടുണ്ട്, നിനക്കറിയോ, നിനക്ക് ആ ഗതി വരരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ വർഷയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. നീ ശ്രീകാന്തിനെ നിന്റെ കൺട്രോളിലാക്കണം, ആ പെണ്ണിനോട് കൂടുതൽ അടുക്കരുതെന്ന് പറയണമെന്ന് പറയുമ്പോൾ അമ്മ അല്ല സീരിയലും സിനിമയിലും കഥ എഴുതാൻ പോകും, നല്ല ഇമാജിനേഷൻ സ്കില്ലൊക്കെ ഉണ്ടല്ലോ എന്ന് വർഷ അന്നേരം പറഞ്ഞു. എനിക്ക് എൻ്റെ ശ്രീകാന്തിനെ നന്നായി അറിയാം. നോക്ക്, ഇനി മേലാൽ ഇതുപോലെ സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറയുമ്പോൾ മോളെ എടി അമ്മ ഇനി ഇവിടെ കയറ്റാൻ പാടില്ലെന്ന് ഞാൻ സാറിനോട് പറയാൻ പോവുകയാണെന്നും പോയി അമ്മയുടെ ജോലി നോക്കിയെന്നും പറഞ്ഞ് വർഷ മഹിമയെ അവിടെ നിന്ന് പുറത്താക്കി വിട്ടു. മഹിമയാണെങ്കിൽ നിരാശയോടെ ഇങ്ങ് പോന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരുന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക ഹെഡ്സെറ്റൊക്കെ വെച്ച്. അപ്പോൾ വർഷ വീട്ടിലേക്ക് വരുന്നു. വർഷയെ കണ്ടപ്പോഴേക്കും വർഷയെ എന്ന് പറഞ്ഞു ചെന്നപ്പോൾ പുതിയതാണല്ലോ ഇത്, ഇത് പഴയതാ, ഞാൻ പാട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പാട്ടും പഴയതാ, ഞാൻ പാടിത്തരാമെന്ന് ശ്രീകാന്ത് പറയുമ്പം ശ്രീകാന്ത് നീ എന്തിനാ കളിയാക്കുവാണോ എന്ന് ചോദിച്ചു വർഷ. അപ്പോൾ ഇങ്ങനെ നോക്കുക, ഇങ്ങനെ പാട്ട് കേട്ട് സ്വയം മറന്ന് ആസ്വദിച്ചിരിക്കുന്ന ഏർപ്പാടൊന്നും ഇതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ വർഷേ ആദ്യമായിട്ടാണല്ലോ ഞാനിതൊക്കെ കാണുന്നതെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഒന്ന് ചിരിച്ചു. അപ്പം നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ ശ്രീകാന്തേ എന്നൊക്കെ വർഷ പറയുമ്പം അതെ, ഇന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പുതിയ പ്ലേറ്റുകളും കപ്പുകളും വാങ്ങിക്കാൻ വേണ്ടി ഞാനും പ്രിയയും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയായിരുന്നു. അപ്പോൾ കാറിൽ വെച്ച പാട്ടായതെന്ന് ശ്രീകാന്ത് പറയാം. അപ്പോൾ എനിക്ക് ഇഷ്ടമായി ഇത്, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്നുകൂടെ കേട്ടതാണെന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിൽക്കുക, പോകെ നിൻ്റെ ആക്ടിവിറ്റീസിലൊക്കെ നല്ല ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പം ചേഞ്ചോ, എന്ത് ചേഞ്ചാണെന്ന് ചോദിച്ചു ശ്രീകാന്ത് വർഷയോട്. അല്ല, ചേഞ്ച് വന്നാൽ അത് നല്ലതല്ലേ, മനുഷ്യൻ എപ്പോഴും ഒരേപോലൊക്കെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം അധികം ചേഞ്ച് ആയാലേ പ്രശ്നമാവേ എന്ന് വർഷ പറഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, നിൻ്റെ അമ്മയെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ശ്രീകാന്ത്. അമ്മ എന്നോടത് പറഞ്ഞെന്ന് വർഷയും പറഞ്ഞു. നിൻ്റെ അമ്മ ഇങ്ങനെ വിളിച്ചായിരുന്നോ? അമ്മ സ്റ്റുഡിയോയിൽ എന്നെ കാണാൻ വന്നിരുന്നു. ചുമ്മാ വന്നായിരിക്കല്ലേ? അല്ല, നേരത്തെ വിളിച്ചപ്പോൾ അമ്മ നിന്നെ കാണാൻ വന്നെന്ന് നീ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ശ്രീകാന്ത് എല്ലാ കാര്യവും ശ്രീകാന്ത് എന്നോട് പറയാറുണ്ടോ എന്ന് ചോദിച്ചു വർഷ. നിൻ്റെ മൂഡ് ശരിയല്ലല്ലോ, നിൻ്റെ മൂഡ് ശരിയായതിന് ശേഷം നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് ശ്രീകാന്ത്. എന്നിട്ട് പാട്ട് കേൾക്കാൻ നോക്കിയപ്പോഴേക്കും ആ ഫോണും ഹെഡ്സെറ്റെല്ലാം കൂടെ വലിച്ചു പറിച്ചിങ്ങ് മേടിച്ചു. നീ ഇതിനെ പാട്ട് നിർത്തി വെച്ചത് എന്താ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. എന്തിനാ ഇത് സ്റ്റോപ്പ് ചെയ്തതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ, എന്നെ കൊണ്ട് ഇതല്ലേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നായി വർഷ. നീ വേറെന്താ മനസ്സിൽ വെച്ചാൽ സംസാരിക്കുന്നത്? അപ്പോൾ ആയിരിക്കും, നിൻ്റെ മൂഡ് ശരിയായതിനു ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു വീണ്ടും എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ എവിടെ പോകുന്നു, നീ എവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വർഷ ശ്രീകാന്തിനെ കുറേ ഇട്ട് തല്ലുക. വർഷം നീ എന്നെ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് എഴുന്നേറ്റു. രണ്ടും കൂടെ പിടിയും വലി അടിയും ഇടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് എന്താ പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും എനിക്കറിയില്ല ഏട്ടാ, എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ചുമ്മാ അവിടെ നടിച്ചുകൊണ്ടിരിക്കുക. അതെ, ഞാനൊരു പാട്ട് കേട്ടു, ആ പാട്ടൊന്ന് മൂളുകയും ചെയ്തു, അതാണ് നിൻ്റെ പ്രശ്നം എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എടാ അതൊന്നും ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഒരു കാരണമില്ലാതെ വർഷം ഇങ്ങനെയൊന്നും പെരുമാറത്തില്ല എന്ന് പറഞ്ഞു സച്ചി. അവളെ വിഷമിപ്പിക്കുന്ന എന്തോന്നും നീ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാനോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നിൽക്കും. അപ്പം നീ അവളുടെ മുഖം കണ്ടില്ലേ, നീ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താണ് ഉണ്ടാക്കിയത്, എന്താണ് വിഷയം എന്ന് ചോദിച്ചുകൊണ്ട് ചേട്ടൻ ദേഷ്യപ്പെടുന്നു. ഇവളെ വിഷമിപ്പിക്കരുത്, കരയിക്കരുതെന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവക്ക് വിഷമം ഉണ്ടാവുന്നു ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നീ പറ, എന്താ വിഷയം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ കാര്യങ്ങളുടെ പോക്ക് നോക്കിയിട്ട് സച്ചേട്ടനോട് പറയാം, അപ്പോൾ ആവശ്യമാണെങ്കിൽ കൊടുക്കേണ്ടത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളിടത്തോളം കാലം മോള് പേടിക്കണ്ട കേട്ടല്ലോ, എന്ത് വേണമെങ്കിലും മോളേട്ടനോട് പറഞ്ഞാൽ മതിയെന്ന് സച്ചി പറയുമ്പം മോളോ? അതെ മോള് തന്നെയാടാ, കളിക്കല നീ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ശ്രീകാന്തിനെ വഴക്ക് പറഞ്ഞു. അതും പറഞ്ഞത് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കാം, ഇനി എൻ്റെ ഒരു കണ്ണ് നിൻ്റെ മേലെ ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് വർഷയെ പിടിച്ചടി വന്നിരുന്നടി എന്ന് പറഞ്ഞു പിടിച്ചവിടെ എങ്ങനെ ഇരുത്തി. എന്താ
എന്താ നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും പ്രശ്നം പറ്റി ഉടനെ നീ ഹോസ്പിറ്റലിൽ കിടക്കുമെന്ന് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. എന്നതായിരിക്കും ആ കാര്യം, ഇപ്പോൾ എന്നത് ഈ ഉദ്ദേശിക്കണേന്ന് ഓർത്തിങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ നമ്മുടെ ശ്രീകാന്ത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ അവിടെ നമ്മുടെ ശ്രുതിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കി ശ്രദ്ധയോടുകൂടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി വന്ന് ശ്രുതിയെ വിളിക്കുവാണ്. അറിയുന്നില്ല, അവിടെ ഒരു ദിവാങ്കോട്ട് കിടപ്പുണ്ട്, അത് കിടന്നാലും ഭേഷമായിട്ട് അങ്ങ് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവിടുത്തെ ബോഡി ഗാർഡ് വന്നിട്ട് സർ ദേ മേഡം വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേപ്പിച്ചു. അപ്പോൾ ശ്രുതി ഉറങ്ങാനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ശ്രുതിയോട് ചോദിച്ചു. അന്നേരം എൻ്റെ ശ്രുതി കടയിലേക്ക് ഒരു ഈച്ച പോലും വരുന്നില്ലല്ലോ, ബിസിനസ് ആകെ ഡള്ള, പിന്നെ ഉറങ്ങാതെ ഞാൻ എന്നാ ചെയ്യാനാണെന്ന് ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ ഇത് ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടുന്ന് ഉറങ്ങി കുംഭകർണനാകുമെന്ന് ശ്രുതി പറയുന്നു. അപ്പോൾ ഞാനും ഉറങ്ങുമെന്ന് നമ്മുടെ ബോഡി ഗാർഡ്. അപ്പോഴത്തേക്ക് ശ്രുതി പിന്നെ എടാ ദേ ഉറങ്ങുന്നതന്നെ സേവ് ചെയ്യാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അങ്ങനെ നീ ഉണങ്ങണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ബോസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബോഡി ഗാർഡ് നിൽക്കുന്നു. എന്ത് പറഞ്ഞാലും ഓക്കെ ബസ് അതിനൊരു കുറവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേ ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. അദ്ദേഹം വന്നപ്പോഴേക്കും ദേ കസ്റ്റമർ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഓടി ചെന്നു. ഹലോ വെൽക്കം സാർ, വരൂ സാർ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു. എന്താ വേണ്ടത്? അപ്പോൾ ഇവിടെ എല്ലാ ഹോം അപ്ലയൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് സാർ എന്നൊക്കെ ശ്രുതി പറഞ്ഞു. സാറിന് ഇതിൽ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ കുറേ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഓരോ സാധനങ്ങൾ ചോദിച്ചു. അപ്പോൾ ശ്രുതിയാണ് എടുത്തു കൊടുക്കാനൊക്കെ ഓടുവാണ്. അങ്ങനത്തെ നമ്മുടെ ശ്രുതിയും കൂടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളും എല്ലാം പറയുവാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്ന് അവിടെ ഇരുന്നു. ശ്രുതിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇന്ന ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഓരോന്ന് പറയുമ്പോൾ ഞാൻ 7-ാം തീയതി വരാവേ എന്ന് അദ്ദേഹം പറഞ്ഞു. 7-ാം തീയതി എന്താ സാർ പ്രത്യേകത എന്ന് ശ്രുതി ചോദിക്കും. അത് ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അയാൾ പറയുക ശ്രുതിയോട്. അതിൻ്റെ നറുക്കെടുപ്പ് 7-ാം തീയതി ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശ്രുതിയും നോക്കും അന്തം വിട്ട്. അപ്പോൾ 1 കോടി ആദ്യത്തെ പ്രൈസേ എനിക്കടിക്കുന്ന ഒരു ജോലിച്ചും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ പോക്കറ്റിൽ 10 രൂപ പോലും ഇല്ലല്ലേ എന്ന് ശ്രുതി ചോദിച്ചു. ലോട്ടറി അടിച്ചാൽ വന്ന് വാങ്ങാൻ വേണ്ടി കൊട്ടേഷൻ എടുക്കുകയാണല്ലേ, അപ്പോൾ ഉറപ്പായിട്ട് ഫസ്റ്റ് പ്രൈസ് എനിക്ക് അടിക്കുമെന്നേ എന്നും പറഞ്ഞ് ഞാൻ തന്നെയാണ് ഭാഗ്യവാൻ എന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഭാഗ്യവാൻ നിങ്ങൾ നാളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു ശ്രുതി. വെറുതെ മനുഷ്യൻ്റെ സമയം കളയാനായിട്ട് വന്നോളൂ ഓരോന്ന്. പനിയൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചേട്ടൻ ചോദിച്ചു. ഞാൻ ഫർണിച്ചർ കടയിൽ പോലും ഇങ്ങനെ കൊട്ടേഷൻ വാങ്ങിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കുക. അപ്പോൾ നീ മുടിഞ്ഞു പോകൂടാ, നീ നശിച്ചു പോകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പ്രാഗി നേർന്ന ചേട്ടനെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബോഡി ഗാർഡിനോട് പറഞ്ഞു. അയാളിങ്ങനെ അമ്മാനം അടിച്ചെടുത്തുകൊണ്ട് പോയി ആ ചേട്ടനെ. ആ ചേട്ടനാണെ പ്രാഗി കൊന്നില്ലെന്നേ ഉള്ളൂ ശ്രുതിയെയും. എൻ്റെ ദൈവമേ, വരുന്നതെല്ലാം എൻ്റെ തലയിലുള്ള വന്ന് ചാടുന്നത് എൻ്റെ ഈശ്വരാന്ന് പറഞ്ഞു. അപ്പോൾ ആ പോയ ചേട്ടൻ ഈ ബോഡി ഗാർഡിൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തിട്ട് അങ്ങ് പോയി. അപ്പോൾ ഈ ലെറ്റർ കൊണ്ടുവന്ന് ബോഡി ഗാർഡ് കൊണ്ടുവന്ന് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തത്. ഇവിടെ ഈ ലെറ്ററിൻ്റെ കൈ കിട്ടാതിരിക്കാനാടാ ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, എന്നിട്ട് ലെറ്ററോ എന്ന് പറഞ്ഞു. അല്ല ആ ചേട്ടൻ എനിക്ക് ലെറ്റർ തന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനെയൊക്കെ പിടികൂടാനല്ലേടോ തന്നെ ബോഡി ഗാർഡായിട്ട് തന്നെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആണോ ബോസ്? ആണല്ലടാ പെണ്ണാന്നും പറഞ്ഞായി പിന്നെ ശ്രുതി. നീ അവനെ പിടിച്ചു വെക്കണമായിരുന്നു, അപ്പോൾ ക്ഷമിക്കണം ബോസ്, അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഇരിക്കാം. ഇത്തവണ എന്താണാവോ അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് പേടിയായി. പിന്നെ ബോസ് താടാന്നും പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിച്ച് അങ്ങ് വാങ്ങിച്ചിട്ട് ശ്രുതി അത് തുറന്നു നോക്കിയിട്ട് വായിക്കാം. മിസ്റ്റർ സുധി, നിനക്ക് ലെറ്റർ കൊടുത്തു വിടുന്ന ആൾ ആരാണെന്ന് അറിയണ്ടേ? അദ്ദേഹം, അതായത് ഈ ഞാൻ പെരിയമാനം ദേവീക്ഷേത്രത്തിലുണ്ടെന്നും ബ്ലാക്ക് വൈറ്റ് ഡിസൈനുള്ള ഷർട്ടാണ് ഞാൻ ധരിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞാണ് എഴുത്ത്. അപ്പോഴത്തേക്കും ശ്രുതി എഴുന്നേറ്റ് ശ്രുതി ദേ അവൻ അവിടെ തന്നെ ഉണ്ട്, ഇല്ലെങ്കിലേ ഇങ്ങനെ ഒരു കത്ത് കൊടുത്ത് വിടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിക്ക് പേടിയായി. ഇന്നവരെ കഥ ഞാൻ തീർക്കും വാടാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ശ്രുതിയെയും അവനെയും വിളിച്ചുകൊണ്ട് പോവാം. അപ്പോഴത്തേക്ക് ശ്രുതി ഒരു കറുത്ത ഷർട്ടിലെ വെള്ള ഡിസൈൻ ഇന്ന് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് പോകുന്നു. അന്നേരം ഇത് നവീൻദാസ് തന്നെയാണെന്ന് പറഞ്ഞ് ശ്രുതി പേടിച്ച് പറിച്ച് ഇങ്ങനെ നിൽക്കുന്നിട്ട് ഇവരുടെ കൂടെ അങ്ങോട്ടേക്ക് പോകണം. ഇവരുടെ കൂടെ പോയി അമ്പലത്തിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഗാർഡിന് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം കാറിൽ ഇതായിപ്പോയി, എങ്ങനെയൊക്കെയോ ഉന്തി തള്ളിയൊക്കെ വലിച്ച് അടിച്ച് പുറത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏമ്പൊക്കെ വരും. അയ്യോ മുട്ടയെല്ലാം തേച്ചല്ലോ ബോസ് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അവൻ്റെ ഒരു മുട്ട എന്നും പറഞ്ഞിട്ടുണ്ട് ശ്രുതി അവനോട് ഉണ്ടെന്നല്ലേ പറഞ്ഞു, നമുക്ക് പോയി നോക്കാമെന്ന് പറയുമ്പോൾ അല്ല ഞാൻ വരുന്നില്ല ശ്രുതി. അല്ല ശ്രുതിയും വരണം, വന്നേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊരു അർജൻറ്റ് കോൾ ചെയ്യാനുണ്ടായിരുന്നു, നിങ്ങൾ ചെല്ലേ ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ശ്രുതി പോകണില്ല. അപ്പം ശ്രുതി ഇല്ലാണ്ട് പോകത്തുമില്ല. അപ്പം ഞാൻ ഏറ്റു ബോസ്, ഞാനുണ്ടല്ലോ കൂടെ, ബാ മേഡം വരുന്നില്ലെങ്കിൽ വരണ്ട ബോസ് എന്നും പറഞ്ഞുകൊണ്ട് ബോസിൻ്റെ കൂടെ പോവുകയാണ് നമ്മുടെ അദ്ദേഹം. പക്ഷേ ശ്രുതി ഇല്ലാതെ പോവില്ല നമ്മുടെ ശ്രുതി.
നീ വന്നാലേ പോവുള്ളെന്നും പറഞ്ഞ് ഒറ്റക്കാലം തന്നെ നിൽക്കുക. എന്നിട്ട് എങ്ങനെയൊക്കെയോ ശ്രുതിയെ വലിച്ചുകൊണ്ടൊക്കെ പോവുകയാണ് ശ്രുതിയെ. അപ്പം നമ്മൾ ബോസ് കാണാൻ വന്നയാളെ എങ്ങനെ നമ്മൾ എങ്ങനെ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ബോഡി ഗാർഡ് ചോദിക്കുമ്പോൾ ബ്ലാക്ക് ഷർട്ടിൽ വൈറ്റ് ഡിസൈൻ ഉള്ളവനൊക്കെ അപ്പം പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ ബോസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അകത്തേക്ക് കയറി ചെല്ലുക. ആ സമയത്ത് പേടിച്ച് വിറച്ച് ഭയങ്കര ഇതിലിങ്ങനെ ഇരിക്കുക നമ്മുടെ ശ്രുതി സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്വാമിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറേ ചില്ലറ പൈസയൊക്കെ ചേച്ചിമാർ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ അദ്ദേഹത്തിനെ നോക്കുക കേട്ടോ. ശ്രുതി അന്നേരം അദ്ദേഹത്തിന് ഇങ്ങനെ നോക്കുമ്പോൾ ആരാ, നമ്മുടെ നവീൻ ദാസ് ഇങ്ങനെ സ്വാമി വേഷമൊക്കെ കെട്ടി വന്ന് ഇങ്ങനെ ഇരിക്കുന്നതാട്ടോ. അപ്പോൾ അതേ ശ്രുതിയും അതുപോലെ അയാളും കൂടി അകത്തേക്ക് കയറി പോയി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി കൂടത്തിലില്ല. തിരിഞ്ഞു നോക്കിയ ശ്രുതിയെ കാണാതെ തിരിഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ ഈ സ്വാമിയെയും നോക്കി നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നത് ശ്രുതി കണ്ടു. ശ്രുതി എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ സ്വാമി ഇങ്ങനെ താടിയൊക്കെ തടവി ഇങ്ങനെ ഇരിക്കുന്ന നവീൻ ദാസ് ഭയങ്കര ധ്യാനമൊക്കെ അഭിനയിച്ച. അപ്പോഴേക്കും ശ്രുതി ഏതോ വലിയ സ്വാമിയാണെന്നാണല്ലോ തോന്നുന്നത്. എല്ലാവരും ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്നുണ്ടല്ലോ, നമുക്കും പോയി അനുഗ്രഹം വാങ്ങാന്ന് പറയുമ്പോൾ വേണ്ട വന്ന കാര്യം മറക്കണ്ടെന്നും അവനെവിടെ ഉണ്ടോ എന്ന് തപ്പാനൊക്കെ ശ്രുതിയോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാവുന്നേ, ആദ്യം നമുക്ക് സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹം വാങ്ങിക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല, അവനെ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കണ്ടേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാം. നീ പെട്ടെന്ന് വന്നേ വാ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്ന് പൈലിയേയും കൂട്ടിക്കൊണ്ട് അനുഗ്രഹം മേടിക്കാൻ നവീൻ ദാസിൻ്റെ സ്വാമിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് നല്ലത് വരുമെന്ന് സ്വാമി ശ്രുതിയോട് പറയുകയും ചെയ്തു. ശ്രുതിക്കാണെ കലി വന്നിട്ട് പാടില്ല ഇത് കണ്ടിട്ടെ. ഇങ്ങനെ കൈകൂപ്പി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റുന്നതിനേക്കാൾ വലിയ പുണ്യം വേറെ ഇല്ല എന്നും ക്ഷേത്രത്തിൽ അന്നദാനത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഇതിലിടാനായിട്ട് ശ്രുതിയോട് ഇയാൾ പറഞ്ഞു. അതായത് നവീൻ ദാസ് ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പോക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്ത് അതിനകത്തേക്ക് ഇട്ടും കൊടുത്തു. അതെല്ലാം കണ്ട് ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ പൈസ ഇട്ട സമയത്ത് നവീൻ ദാസിന് ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ ശ്രുതി. ഇങ്ങനെയൊക്കെ നോക്കുക, എവിടെയോ ഒരു കണ്ടു പറഞ്ഞ മുഖം പോലെ. അങ്ങനെ ആ താടിയും കാര്യമൊക്കെ നോക്കുക. സ്വാമിയെ ഞാൻ ഇതിന് മുൻപ് എവിടെയോ വെച്ച് കണ്ടതുപോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ ശ്രുതി പറയുമ്പോഴത്തേക്കും നവീൻ ദാസ് പെട്ടു. ശ്രുതി അതിനേക്കാളും ഒച്ചത്തിൽ പെട്ടു. ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക രണ്ടും. അയ്യോ എവിടെയാണെന്ന് എനിക്ക് അത്രയ്ക്ക് ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറയുമ്പം ഓർമ്മ കിട്ടാൻ വഴിയില്ല, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, വർഷങ്ങളായി അങ്ങ് ഹിമാലയ സാനുക്കളിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഹിമാലയൻ സ്വാമിയാണല്ലേ, അതെ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഈ അടുത്ത കാലത്തേക്കാണ് നാം ഇവിടേക്ക് വന്നത്. അതെ അല്ലേ, കുണ്ടികയിലേക്ക് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി നവീൻ ദാസിൻ്റെ ആ ഒരു ഇതിൽ പെട്ടിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.